എന്റെ കണ്ണിൽ നിനക്കായൊരുക്കിയ സ്വപ്നങ്ങൾ കാണേണ്ട നീ, കണ്ടു നിൽക്കേണ്ട നീ. ആരാണ് നീ എനിക്കെന്നാരോടും ചൊല്ലേണ്ട നീ, കഥ പറയേ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ടു നൈറ്റ് റൊട്ടീനാണ്. ഇപ്പോൾ നമുക്ക് സ്ഥലം വരെ പോകാനുണ്ട്. എടുക്കാൻ പോകുന്നതൊക്കെ ഞാൻ വലിയ പറയാം. അപ്പം നമുക്ക് അതിൽ ഫസ്റ്റ് ടൈം ഒന്ന് റെഡിയാണ്. അപ്പോൾ അങ്ങനെ പോകാൻ എന്തായാലും അറിയാൻ പിന്നെ അങ്ങനെ ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഇവിടെ വെക്കേഷനായിട്ട് ഈവനിങ് ടു നൈറ്റ് റൊട്ടീനിലൊന്നും ഒന്നും കളിക്കാനുണ്ടാവില്ല. അപ്പം ഫോൺ സ്ക്രോളിങ്, പിന്നെ കിടക്കുക, പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ തന്നെയാവും എൻ്റെ ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം നിങ്ങൾ സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ്. എന്തായാലും നമുക്ക് എപ്പോഴും ഇരിക്കും. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം. ഫസ്റ്റ് സൺസ്ക്രീൻ. ഇത് വെയിലത്ത് എവിടെ പോകുന്നതും സൺസ്ക്രീൻ ഇസ് വെരി വെരി മസ്റ്റ്. സൺസ്ക്രീൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ കരിഞ്ഞ് വരും. വരുമ്പോൾ ഞാനില്ലാതെ തന്നെ കഴിക്കും. അതുകൊണ്ടാണ് സൺസ്ക്രീൻ ഞാനിതായി ബോഡി വൈസിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടുണ്ട്. പരിപാടി പറയുന്നത് അല്ലെങ്കിൽ സൺസ്ക്രീൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ. അത് വഴിക്ക് പോയി തുറക്കാൻ വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ ഞാൻ വാട്ടർ പ്രൂഫ് പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും വാട്ടർ പ്രൂഫാണ്. ഇട്ട് കഴിഞ്ഞ് എന്തെങ്കിലും ഫിലിമിലൊക്കെ അങ്ങനെ നിൽക്കും. ഞാനിത് ക്യാമറ ഓഫ് ആക്കിയിട്ട് ഐലൈനർ എഴുതിയിട്ട് വരാം. അപ്പം ഞാൻ ഐലൈനർ എഴുതി വന്ന് ഐലൈനർ വല്ലാതെ റെഡിയായിട്ട് വീഴുന്നാൽ അപ്പം ഇനി മാൾസിൻ്റെ ലിപ്റ്റിൻ്റാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ കോപ്പിയാണ്. ഇപ്പോൾ ഒരു നാച്ചുറൽ ടിൻ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയാണ്. വല്ലാണ്ട് പിഗ്മെൻറ്റേഷനും ഉണ്ടാവില്ല. ഒരു നല്ല അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് നല്ല ഇഷ്ടം. ഓക്കെ, പിന്നെ വാച്ച് ആരോ ഈ വാച്ച് ലൂസാക്കി വെച്ചിരുന്നു. എനിക്കത് വൈറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു വാച്ചിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ബാഗും കൂടി ഇടുന്നു. ഇത് ചെറി ബ്ലോസമിൻ്റെ ഒരു ബോഡി ക്രീമുണ്ട്. ഇതിൻ്റെ ഇതേ സ്മെല്ലിൽ കളിക്കുന്നത്. അപ്പം നമ്മൾ മൂത്തമ്മാൻ്റെ വീട്ടിൽ പോവുകയാണ്. മൂത്തമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനും ഉമ്മയും പിന്നെ മൂത്തപ്പൻ നബ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ അവിടുന്ന് വണ്ടിയിൽ പോവുകയാണ്. പപ്പാപ്പൻ്റെ വിളി എന്നിട്ട് ഉമ്മ വേഗം മുമ്പിൽ നടന്നുകൊണ്ട് ഞാൻ ബാക്കിൽ പോവുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി എവിടേക്കാണ് പോകുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ദാത്താന്ന് വെച്ചാൽ മാമൻ്റെ മോൾക്ക് വയറ്റിലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രസവിക്കാറായി. അപ്പം നമ്മൾ അബ്ദാത്താനെ കാണാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയതായിരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ ഒരു മാംഗോ ജ്യൂസൊക്കെ തന്നെ കുടിച്ചു. പിന്നെ മിറർ പിന്നെ പണ്ടേ വീക്ക്നെസ്സായിട്ട് അത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്റ്റക്കായിപ്പോയി. പിന്നെ അങ്ങനെ അവരൊരു പുറത്തിങ്ങനെ വന്നിരിക്കുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഇടാൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങളവിടെ നല്ല ചൂട്. പിന്നെ അവിടെ നിന്ന് കുറേ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നബൻ്റെ പിന്നാലെ നടന്ന് ഞാൻ വ്ളോഗ് ചെയ്യണതിനോട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് ഇതാക്കിയിട്ടൊക്കെ. ഇത് ഇവിടെ അബ്ദാത്താനക്ക് വേറെ മോനുണ്ട്, 3 പേര്. അപ്പോൾ ഓൻ്റെ വണ്ടിയാണ്. ഓൻ ഇപ്പോൾ ഇവിടെ എല്ലാം ടൂർ പോയിക്കണ്. അപ്പം
ഞാൻ അങ്ങനെ അതൊക്കെ എടുത്ത് കഴിക്കുന്നു. പിന്നെ ഇവിടെ ഫുഡൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പത്തിരി, പിന്നെ എന്താണ് ഭട്ടൂര, കുബൂസ്, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ പിച്ചക്കാണ്, പക്ഷെ അതായിട്ടില്ല. കാരണം എൻ്റെ ആ ഒരു ടോപ്പ് മാത്രമേ കാണുന്നുള്ളൂ, പാൻറ്റ് കാണില്ല. എന്നാലും നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തിരിച്ച് എത്തിയിട്ട് കുറച്ചായിട്ട് എത്രയായി ടൈം 8:15 ഞാൻ ഒരു 7:15 ആയപ്പോൾ നിങ്ങൾ വീട്ടിലെത്തിയിരിക്കണം. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ ഡിന്നർ ഇന്ന് കഴിക്കുന്നില്ല, കാരണം വേറെ സ്ഥലമില്ല, ഫുള്ളായിക്കണം. അപ്പം ഇനി നമ്മളെ നെക്സ്റ്റ് പരിപാടി എന്താ പറയുക, ഞാൻ ഒരു മണി ബോക്സ് വാങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്കതിൽ പൈസ ഇടണം. അപ്പം അത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേണൽ ചെയ്യണം. അതാകുമ്പോൾ ഒരു പ്രൊഡക്റ്റീവ് വ്ളോഗ് എന്നൊക്കെ പറയാമല്ലോ. അപ്പം അത് ചെയ്യണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഓണം വെക്കേഷനൊക്കെ വാങ്ങിയതാണ്. ഇപ്പം 8 മാസത്തായി. പക്ഷേ ഞാൻ അതിലാകെ 5-6 ജേണലേ ചെയ്തിട്ടുണ്ടാവും. ആ വാങ്ങുമ്പോൾ ഭയങ്കര ഉഷാറായിരുന്നു. അപ്പോൾ മീഷോന്ന് ഞാൻ ഒരു കിറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 300 സംതിങ് ഒക്കെ റേറ്റുള്ളൂ. പക്ഷേ കിറ്റൊക്കെ അടിപൊളിയാണ്. ഞങ്ങളൊന്നും കുഴപ്പമില്ല, നമുക്ക് മടിയായിട്ടാണ് ചെയ്യാത്തത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പോയിട്ട് മണി ബോക്സിൽ പൈസ ഇടാം, പിന്നെ ജേണൽ ചെയ്യാം. ജേണലിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോഡൽ ഇൻട്രസ്റ്റിലൊക്കെ നോക്കണം. അതുപോലെ ആവില്ല, അതുപോലെ രാവിലെ ചെയ്യണം. പക്ഷെ വെറുതെ ഒരു മനസ്സമാധാനത്തിന് നോക്കാമല്ലോ. അപ്പം എന്തായാലും കൂടുതൽ നേരം പറഞ്ഞു നിൽക്കുന്നില്ല, പോയിട്ട് നമുക്ക് മണി ബോക്സിൽ പൈസ ഇടാം. പറഞ്ഞല്ലോ ഈ മണി ബോക്സിൽ പൈസ ഇടണം എന്നുള്ളത്. അപ്പം ഞാൻ ഇത് ഇന്നതല്ല, താത്താൻ്റെ ആണ്. അപ്പം ഞാൻ അതിൽ പൈസ ഇടാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ആ ഒരു ബട്ടൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് എന്താ പറയുക, ജേണൽ ചെയ്യുക എന്നൊക്കെയായിരുന്നു പ്ലാന്. മണി ബോക്സിൽ ചില പൈസ ഒക്കെ കഴിഞ്ഞു. പിന്നെ ജേണൽ ചെയ്യാനായിരുന്നു പ്ലാന്. ജേണൽ ചെയ്യാൻ ഒരു മൂഡില്ല. ഞാൻ ഇനി ഏതെങ്കിലും വീഡിയോയിൽ ഇൻഷാല്ലാ ജേണൽ ചെയ്യുന്നതൊക്കെ കാണിക്കാം. അല്ലെങ്കിൽ ജേണൽ ചെയ്യുന്നതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആണെങ്കിൽ ചെയ്യാം. ഓക്കെ, എന്തായാലും ഇന്നത്തെ അത്ര ചെയ്യുമ്പോഴേക്കും ഇപ്പം മടിയാവുന്നുണ്ട്. അത് കാരണം ജേണൽ ചെയ്യുന്നില്ല. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് നേരം ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്തിരുന്ന് സ്കെച്ച് കിടന്ന് നോക്കണം. പറയുന്നത്. അപ്പം ബൈ. ഈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ആക്കുക. ബൈ.